എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോളർ നൈറ്റിയാണ്, അതായത് ചുരിദാർ നൈറ്റിയാണ്, പക്ഷെ കോളർ വെച്ചതുമാണ്. അങ്ങനത്തെ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റിയുടെ തുണിയായിട്ട് തന്നിട്ടുള്ളത് 290 മെറ്റീരിയൽ നൈറ്റി തുണിയാണ്. ഇത് അളവിന് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് ആദ്യം എടുക്കാം. നൈറ്റിയുടെ ഇറക്കം വരുന്നത് തയ്ച്ച് തീരുമ്പം 54. ഇതിൻ്റെ വണ്ണം നോക്കാം. നമുക്ക് വണ്ണം വരുന്നത് 21 ഇഞ്ച്, അപ്പം 42. ചെസ്റ്റ് വണ്ണം 38 ആളുടെ ബോഡിയുടെ വണ്ണം. അപ്പോൾ ഇത് ലൂസ് കൂട്ടിയ വണ്ണമാണ്, അതുകൊണ്ടാണിത് 42 വന്നത്. വേസ്റ്റ് വണ്ണം 32. ഹിപ്പ് വണ്ണം വരുന്നത് 42, ചെസ്റ്റ് വണ്ണം 38, വേസ്റ്റ് വണ്ണം 32, ഹിപ്പ് വണ്ണം 42. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം നോക്കാം. ചതുരക്കഴുത്താണ്. നെക്ക് വരുന്നത് 6.25. കോളറിൻ്റെ നീളം വരുന്നത് 11.5 ഇഞ്ച്, 11.5. ഇനി കൈയുടെ നീളം വരുന്നത് 7.5 ഇഞ്ച്. കൈയുടെ വണ്ണം വരുന്നത് 6 ഇഞ്ച്. മുകൾ വണ്ണം 8.5 ഇഞ്ച്. ഇത്ര അളവ് നമ്മൾ എടുത്തിട്ട് പിന്നെ ഷോൾഡറിൻ്റെ വീതി. ഇപ്പോൾ ഇവർക്ക് 14 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 15 വന്നു. ഇപ്പോൾ ഷോൾഡർ 14. ഇനി ആം ഹോൾ റൗണ്ട് വേണേൽ നോക്കാം. ആം ഹോൾ റൗണ്ട് 8.5. അളവ് നമ്മൾ കഴിഞ്ഞു, അളവെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നൈറ്റി വെട്ടാം. ഇത് 290 നൈറ്റി വിറ്റാണ്. 4 മടക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. ഇത് പുറകു പീസും ഇത് മുൻ പീസുമായിട്ട് സെപ്പറേറ്റ് ആണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇറക്കം പിടിക്കാം. 54 നമ്മൾ തയ്ച്ച് തീരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 54ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. നമുക്കിത് ഫുള്ളും എടുക്കേണ്ടി വരും. ഇത്രയും നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി. നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. നമ്മൾ 6.25 കഴുത്തിൻ്റെ ഇറക്കം. അകലം 2 ഇഞ്ച്. പുറകിൽ നമ്മൾ കൊടുക്കുന്നുള്ളൂ 1 ഇഞ്ച്. കോളർ ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ 6.25 ഇറക്കം കൊടുത്തു. ചതുരാണ്. ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. ഇവർക്ക് 14 ഇഞ്ച് ഷോൾഡറാണ് നമ്മൾ തയ്യൽ തുമ്പ്. കോളർ ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിടണം. അപ്പോൾ നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 15 കിട്ടേണ്ടത്. ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. നമുക്ക് ആം ഹോൾ റൗണ്ട് 8.5 കിട്ടേണ്ടത്. ഇനി ചെസ്റ്റ് വണ്ണം നമുക്ക് 38. 38ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 42 വന്നു. 42 4 എന്ന് പറയുന്നത് 10.5 ഇഞ്ച്. 10.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് വണ്ണമായിട്ട് അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റ് വണ്ണം 32. 32ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 36 വന്നു. 36ൻ്റെ 4 എന്ന് പറയുന്നത് 9 ഇഞ്ച്. ഇനി നമുക്ക് ഹിപ്പ് വേണം.
ഇപ്പോൾ വണ്ണം 42ആണ്. 42ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 46 വന്നു. 46ൻ്റെ 4 ഒരു വണ്ണം എന്ന് പറയുന്നത് 11.5. ഹിപ്പ് വണ്ണമാണ്. ഹിപ്പ് വണ്ണം 42ആണ്. അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 46 വന്നു. 46ൻ്റെ 4 ഒരു വണ്ണം 11.5. അത് നമ്മൾ അടയാളപ്പെടുത്തി. മൂന്ന് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തി. നമ്മൾ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ അളവിൽ 8.5 കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്കിവിടെ 8.5 കിട്ടുന്നില്ല, 7.5 ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൈക്കുഴി ഇറക്കി കൊടുക്കാം. നമുക്ക് 7 ഇഞ്ച് കൈയുടെ ഇറക്കമായിട്ട് കൊടുക്കാം. കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തു. എട്ടര കിട്ടണം. ആം ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്കിത് 8.5 കിട്ടുന്നുണ്ട്. 8.5 നമുക്കിവിടെ ആം ഹോൾഡർ ഉണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൈക്കുഴി കറക്റ്റായിട്ടുണ്ട്. നമ്മൾ 7 ഇഞ്ചാണ് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് എടുത്തത്. നല്ല സ്ട്രെയിറ്റ് ഷോൾഡർ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ലോപ്പൊന്നും കൊടുക്കുന്നില്ല, ഷോൾഡർ സ്ലോപ്പൊന്നും കൊടുക്കുന്നില്ല. നേരെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിനി കൈയുടെ ഇറക്കം, കൈയാണ് നമുക്ക് നോക്കേണ്ടത്. ഇത്രയും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈ നമുക്ക് തയ്ച്ച് തീരുമ്പം 7.5 കിട്ടണം. അതിന് നമുക്ക് ഫുള്ള് നമുക്ക് എടുക്കാം, 8.5 എടുക്കാം. കൈയുടെ വണ്ണം കിട്ടേണ്ടത് 8.5 താഴെ വശത്തെ വണ്ണം കിട്ടേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ തയ്യത്തുള്ളൂ. അപ്പം നമുക്ക് റിഗാൾ ഷേപ്പ് 3.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈയും വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുന്നേ ഉള്ളൂ. സൈഡിലേക്ക് ചേർത്ത് വിടുന്നു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് കഴുത്ത്, പുറകെ കഴുത്ത് നമ്മൾ യു ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിവിടെ നേരെ വെട്ടാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് കഴുത്ത് ചതുരത്തിൽ തന്നെ വെട്ടി. പുറകെ കഴുത്ത് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് യു ആണ് വെട്ടുന്നത്. ഇതേ അകലം തന്നെ നമ്മൾ യു കട്ട് ചെയ്തു. നമുക്കിത് ഇങ്ങനെ വെട്ടിയെടുക്കാം. നമ്മൾ നൈറ്റിയുടെ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇത്രയും തുണിയുള്ളൂ. ഇത് കോളറിന് വേണം. ഫ്രണ്ടിലൊരു പടി പോലെ നമ്മൾ സിബ് വെക്കുന്നില്ല, പകരം നമ്മളൊരു പടി പോലെ ഇങ്ങനെ ഫ്ലാപ്പ് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ നീളം നോക്കാം. ഫ്ലാപ്പിൻ്റെ നീളം വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് നീളത്തിൽ മടക്കാനുള്ളത് കൂടെ കണക്കാക്കി നമ്മൾ ഒരു 15 ഇഞ്ച് നീളത്തിൽ ഇവിടെയും കുറച്ച് കട്ട് ചെയ്ത് പോകും.
നമുക്കിതിങ്ങനെ മടക്കിയെടുക്കാം ഒരേ വീതിക്ക്. ഈ ഒരു വരയും കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതല്ലേ. നമ്മൾ ഒരേ വീതിക്ക് ഫ്ലാപ്പ് മടക്കിയെടുത്തു. ഇതിൻ്റെ അറ്റം ഫ്ലാപ്പിൻ്റെ മോഡലിൽ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഫ്ലാപ്പിനുള്ളതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുത്തടിച്ചെടുക്കണം. ഇനി നമുക്ക് കോളർ നമുക്ക് കഴുത്തടിച്ചെടുക്കാൻ എടുക്കാം. കഴുത്തിനുള്ള തുണി നമ്മൾ കഴുത്തിനുള്ള പീസ് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ കഴുത്തിൻ്റെ പീസ് വെട്ടിയെടുത്തു. ഇനി നമുക്ക് കോളർ 11.5 നമുക്ക് കോളർ വരുന്നത്. ഇവിടെ കിട്ടുമോ നോക്കാം. കോളറിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തു. നൈറ്റി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കൈ കട്ട് ചെയ്തു, അതിൻ്റെ ഫ്ലാപ്പ് കട്ട് ചെയ്തു, കഴുത്തിനുള്ളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് കോളറിനുള്ളതാണ്. അത് ക്യാൻവാസും കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. പേപ്പർ ക്യാൻവാസ് ആയിരുന്നു നല്ലത്. അതിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഷർട്ടിൻ്റെ ക്യാൻവാസാണ് വെക്കുന്നത്. നമുക്ക് 11.5 ക്യാൻവാസിൻ്റെ നീളം കിട്ടേണ്ടത്. നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട ശേഷം നമുക്ക് 5.25 നീളം വരുന്നാലും നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 1 ഇഞ്ച് വീതി, 1 ഇഞ്ച് വീതിയാണ് കോളറിന് കൊടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് വെട്ടിയെടുക്കാം. നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം. തുണിയുടെ വശത്ത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് കൃത്യമായുള്ള തുണിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് കോളർ തയ്ക്കാം. ആദ്യം നമ്മൾ ഒട്ടിച്ച് വെച്ച പീസ് എടുത്തിട്ട്, ക്യാൻവാസ് ഒട്ടിച്ച പീസ് എടുത്തിട്ട്, ഈ നേരെ വശമുണ്ട്, ചെരിഞ്ഞ വശമുണ്ട്, നേരെ വശമുണ്ട്. ഈ നേരെ വശം നമ്മൾ ഈ ക്യാൻവാസിലേക്ക് ചേർത്തടിക്കുന്നു. നല്ല വശം എടുത്തിട്ട് അതേലേക്ക് നമ്മൾ ഈ ക്യാൻവാസ് അടിച്ചതിൻ്റെ നല്ല വശം, ഇത് ചീത്ത വശം, ഇത് നല്ല വശം, ആ നല്ല വശവും കൂടി ചേർത്ത് വെച്ചു. ഈ സൈഡിൽ നമുക്ക് ബ്ലൗസിൽ വെക്കാനുള്ള തയ്യൽ തുമ്പ് ഇട്ടേക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. ഈ തുണിയാണ് നമ്മൾ ബ്ലൗസിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം. ക്യാൻവാസ് കയറി കൊള്ളാതെ അടിക്കണം. നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എക്സസ് നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. തയ്യൽക്കും പെട്ടിട്ട് ബാക്കി എക്സസ് നിൽക്കുന്നത്, അധികം നിൽക്കുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചെടുക്കാം.
നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് അടിച്ചു നോക്കാം, അല്ലെങ്കിൽ ഈ തലത്തുമ്പ് ഇങ്ങോട്ട് മാറിപ്പോകുന്നതുകൊണ്ട് വൃത്തി ഉണ്ടാവില്ല. ഇതൊക്കെ നല്ല കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എല്ലാം നല്ല കൃത്യമായിട്ട് വരണം. അതിന് നമുക്കൊന്ന് പതിച്ചടിച്ചു നോക്കാം. ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ നടുക്ക് നമുക്കൊന്ന് നോച്ചിട്ട് വെക്കാം. മടക്കിയിട്ട് നമുക്ക് നോച്ചിട്ട് വെക്കാം. നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റി തുണിയാൽ ഇനി നമ്മുടെ നൈറ്റിയുടെ കൈയൊന്ന് നമുക്ക് അടിവശം അടിച്ചു വെക്കാം. നമുക്ക് 7.5 ഇഞ്ചാണ് കൈയുടെ ഇറക്കം കിട്ടേണ്ടത് തയ്ച്ച് തീരുമ്പോൾ. ഇത് നമുക്ക് 8.25 അപ്പോൾ നമുക്കൊരു 4 ഇഞ്ച് ഈ തേരുവശം ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ നമ്മൾ 2 കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. ഈ നൈറ്റിയുടെ നടുക്ക് സിബ് കൊടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഫ്ലാപ്പ് ഒരു 8 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഒരു ഫ്ലാപ്പ് കൊടുക്കുകയാണ്. അത് കൃത്യം നടുക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ കറക്റ്റാക്കി വെച്ചിരുന്നു, അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നു. സിബ് വേണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ഇവിടെ കറക്റ്റ് ചെയ്യുകയാണ്. 8 ഇഞ്ച് നീളമാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല വൃത്തിയായിട്ട് ആ ഫ്ലാപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്താണ് അടിക്കേണ്ടത്. നമുക്കിനി കഴുത്തടിച്ചു കൊടുക്കാം. നമ്മൾ കഴുത്ത് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. നമ്മൾ ഷോൾഡർ കൂട്ടി വെപ്പിക്കാൻ പോവാണ്. ഇത് പ്രോഷാണ്. നമുക്ക് ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. നമ്മൾ ഷോൾഡർ കൂട്ടി വെപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ചീത്തവശം എടുക്കുന്നു. നമ്മൾ ചീത്തവശം നിവർത്തിയിട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചെടുക്കുന്നു. ക്യാൻവാസ് നമ്മൾ അടിച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇവിടെ നോച്ചിട്ടിട്ടുണ്ട്. നമ്മൾ കോളറിനും നോച്ചിട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അടിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ ക്യാൻവാസ് അടിച്ചതിൻ്റെ അവിടെ നിന്ന് അങ്ങനെയാണ് നമ്മൾ അത്ര സ്പേസ് ഇട്ടിട്ടാണ് അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിനി അടിച്ചു കൊടുക്കാം. ഈ സൈഡിലേക്ക് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിട്ട്, നമ്മൾ ചീത്തവശത്താണ് അടിച്ചത്, ഇനി നമ്മൾ നല്ല വശത്ത് മറിച്ചെടുക്കുന്നു. ഇത് നമ്മൾ നല്ല വശം തിരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോളർ ഇങ്ങനെ വെച്ചിട്ട് കോളറിൻ്റെ അരിയിൽ കൂടെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കോളർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കയ്യും അടിച്ച്
കയ്യും പിടിപ്പിച്ച് സൈഡും അടിച്ച നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. സിമ്പിളാണ്. നമ്മൾ കോളർ നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യും പിടിപ്പിച്ച് സൈഡ് വടിച്ചിട്ട് ഫുൾ ഫിനിഷ് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഹാഫ് കോളർ ചുരിദാർ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ചതുരക്കഴുത്തേൽ നമ്മൾ കോളർ കൊടുത്തിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. ഈ ഹാഫ് കോളർ ചുരിദാർ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കട്ടിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു തരാം. താങ്ക് യു.